Hello dear students, next നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അവസാനത്തെ ഗ്രൂപ്പ് 17 ആണ്. ഓക്കെ, ഗ്രൂപ്പ് 17 is called halogens ആണ്. ഗ്രൂപ്പ് 17 is called halogen. Then what is halogen? എന്താണ് ഹാലോജൻ? ഇവരെ എന്തുകൊണ്ടാണ് നമ്മൾ ഹാലോജൻസ് എന്ന് വിളിക്കുന്നത്? കാരണം ഹാലോ എന്ന് പറഞ്ഞാൽ സോൾട്ട് ആണ്. ഹാലോ മീൻസ് സോൾട്ട്, ജെൻ മീൻസ് പ്രൊഡ്യൂസർ. ദീസ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഫോം സാൾട്ട്, സോ കാൾഡ് സോൾട്ട് പ്രൊഡ്യൂസർ ഹാലോജൻസ്. ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആരൊക്കെയാ? 1 ഫ്ലൂറിൻ, 2 ക്ലോറിൻ, 3 ബ്രോമിൻ, 4 അയഡിൻ, 5 അസ്റ്റാറ്റിൻ ആൻഡ് 6 ടെന്നിസീൻ. TS ലേറ്റസ്റ്റ് എലിമെന്റ് ആണ് ടെന്നിസീൻ. ഫ്ലൂറിൻ അറിയാം, ഫ്ലൂറിൻ ഫ്ലൈ ചെയ്യുന്ന ഗ്യാസ് ആണ് ഫ്ലൂറിൻ. ഫ്ലൂറോസിസ് എന്ന ഫ്ലൈ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫ്ലൂറിൻ ഉണ്ടായത്. ക്ലോറിൻ ഫ്രം ഗ്രീനിഷ് യെല്ലോ, ക്ലോറസ് എന്നാണ് ഗ്രീക്ക് വേർഡ് പറയാ. ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ്. ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ്. ഫ്ലൂറിനോ യെല്ലോ ഗ്യാസ്. ഫ്ലൂറിൻ യെല്ലോ ഗ്യാസ്, ക്ലോറിൻ ഗ്രീനിഷ് യെല്ലോ ഗ്യാസ്. ബ്രോമിൻ റെഡ് ബ്രൗൺ ലിക്വിഡ് ആണ്. അയോഡിൻ വയലറ്റ് സോളിഡ് ആണ്. അയോഡിൻ. ആൻഡ് AT means astatin. The word astatin is derived from astatos. Astatos എന്ന് പറഞ്ഞാൽ മീനിങ് അൺസ്റ്റേബിൾ. സോ അൺസ്റ്റേബിൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് അസ്റ്റാറ്റിൻ. റേഡിയോ ആക്റ്റീവ് ആണ് അസ്റ്റാറ്റിൻ. ദെൻ നെക്സ്റ്റ് സിന്തറ്റിക് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് ടെന്നിസീൻ. ഈസ് ദ ലേറ്റസ്റ്റ് എലമെന്റ് ആണ് ടെന്നിസീൻ. ഈ സിന്തറ്റിക് റേഡിയോ ആക്റ്റീവ് എലമെന്റ്. ഇതാണ് ടോട്ടൽ ഹാലോജൻസ്: ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. These 4 members are exist as diatomic gas X2. ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഡയറ്റോമിക് ഗ്യാസ് ആയിട്ടാണ്, ഡയറ്റോമിക് എലമെന്റ് ആയിട്ടാണ്. 2 പേര് ഗ്യാസ്, ഇയാൾ ലിക്വിഡ് ആൻഡ് ഫൈനൽ 1 സോളിഡ്സ് ആണ്. ഓക്കെ, ഇനി ഇവര് ഓറിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവർ ഏതൊക്കെ ഓറ്? ഫ്ലൂറിന്റെ ഓറ് CaF2 ഫ്ലൂറോസ്പാർ, Na3 AlF6 ക്രയോലൈറ്റ്, CaF2 ഫ്ലൂറോസ്പാർ, Na3 AlF6 ക്രയോലൈറ്റ്. ക്ലോറിൻ ആണെങ്കിലോ KCl MgCl2.6H2O കേർണലൈറ്റ്, NaCl എക്സെട്ര. ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ. സോ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാറുള്ളത് ആ ഗ്രൂപ്പിലെ 5 അറ്റോമിക് പ്രോപ്പർട്ടീസ് ആണ്. ആ അറ്റോമിക് പ്രോപ്പർട്ടീസ് ഇവിടെയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ അറ്റോമിക് പ്രോപ്പർട്ടി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2Np5. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നിങ്ങൾ ഓർഡർ തന്നെ എഴുതണേ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഹെഡിങ് എഴുതുക. ജനറൽ ഇലക്ട്രോണിക് അറ്റോമിക് പ്രോപ്പർട്ടിയാണ് മെയിൻ ഹെഡിങ്. ഒന്നാമത്തെ പോയിന്റ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2Np5. സെക്കൻഡ് വൺ അറ്റോമിക് സൈസ്. പ്രശ്നങ്ങളൊന്നുമില്ല, ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ്. വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല, ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ്. അറ്റോമിക് സൈസ് ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ്. തേർഡ് വൺ അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഇവരുടെ പ്രത്യേകത എന്താ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഗ്രേറ്റർ ദാൻ ഗ്രൂപ്പ് 16. 16നേക്കാളും കൂടുതലാണ്, 18നേക്കാളും കുറവാണ്. അതാണ് എക്സെപ്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞത്. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഡിക്രീസ്. ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ്. നെക്സ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എക്സെപ്ഷൻ ഒന്നും പറയാനില്ല. ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ്. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ഈസ് ഫ്ലൂറിൻ. ദെൻ ഈ പീരിയോഡിക് ടേബിളിലെ എല്ലാ ഗ്രൂപ്പ്സും എടുക്കുമ്പോൾ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന ഗ്രൂപ്പ് ഹാലോജന്റെ ഗ്രൂപ്പാണ്. ആ ഹാലോജൻ ഗ്രൂപ്പിലെ മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിൻ ആണ്. സോ മോർ ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിൻ പ്രസന്റ് ഇൻ ഗ്രൂപ്പ് 17
അപ്പോൾ ഇവർ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. ദെൻ ഹാലജൻസ് ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ്. അതിൽ തന്നെ മോർ ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിൻ ആണ്. ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. ആൻഡ് ഫൈനലി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇതിൽ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് സിമിലർ ടു ഓക്സിജൻ. ഞാൻ ഓക്സിജൻ ഫാമിലിയിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഹാലജൻസിന്റെ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടുതലുള്ള ഗ്രൂപ്പാണ് ഹാലോജന്റെ ഗ്രൂപ്പ്. മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി റീസൺ ആഫ്റ്റർ ദ ഗെയിനിങ് ഓഫ് 1 ഇലക്ട്രോൺ ടു ഗെറ്റ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. അതുകൊണ്ട് എപ്പോഴും ഇവർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. വൈ? Question: why halogens have high electron gain enthalpy? After the gaining of 1 electron to get stable noble gas configuration. അല്ലേ, ഇങ്ങോട്ടൊരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് കോൺഫിഗറേഷനാണ് കിട്ടുന്നത്? നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടും. ആഫ്റ്റർ ദ ഗെയിനിങ് ഓഫ് 1 ഇലക്ട്രോൺ ടു ഗെറ്റ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ, സോ ദേ ഹാവ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നെക്സ്റ്റ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആ ഗ്രൂപ്പിലെ ഓർഡർ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ജനറലി എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെ? ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. എന്ത് റീസൺ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. സെയിം ദ റീസൺ ഇൻ ഗ്രൂപ്പ് 16. ഏതാണ് ഗ്രൂപ്പ് 16 റീസൺ? ഞാൻ ഓക്സിജൻ എന്താ റീസൺ പറഞ്ഞത്? അതേ റീസൺ. എന്തായിരുന്നു റീസൺ? സ്മോൾ സൈസ് ആൻഡ് സ്ട്രോങ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ. സ്മോൾ സൈസ്, സ്ട്രോങ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ചെറിയ ആളാണ്, നിറയെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഇലക്ട്രോൺ വരാനുള്ള ഗ്യാപ്പ് കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ വരാനുള്ള ടെൻഡൻസി കുറച്ച് കുറഞ്ഞ്. അതുകൊണ്ടാണ് ക്ലോറിൻ മുന്നോട്ട് കയറിയതല്ല, ഫ്ലൂറിൻ കുറഞ്ഞു പോയതാണ്. ഈ ക്ലോറിനെ ശ്രദ്ധിക്കുക. ഈ ക്ലോറിനാണ് പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും മാക്സിമം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്ന എലമെന്റ് ക്ലോറിനാണ്. പീരിയോഡിക് ടേബിളിൽ തന്നെ മാക്സിമം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്ന എലമെന്റ് ക്ലോറിനാണ്. ദാറ്റ് ബിലോങ്സ് ടു ഹാലോജൻസ്. ഹാലോജൻ ഫാമിലിയിലെ ക്ലോറിനാണ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ല, മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പീരിയോഡിക് ടേബിളിൽ കാണിക്കുന്നത് ക്ലോറിനാണ്. ക്ലോറിനേക്കാളും കുറവാണ് ഫ്ലൂറിന്. റീസൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റീസൺ എന്തായിരുന്നു? due to small size and strong inter-electronic repulsion. അപ്പോൾ ഇതാണ് ഹാലജൻസിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഏതൊക്കെ എലമെന്റ്സ് ആണ്, എവിടെയൊക്കെയാണ്? ടെന്നിസീൻ സിന്തറ്റിക് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലൈക്ക് 5 അറ്റോമിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയാം. ഹാലോജൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്പർ 1, ബോയിലിംഗ് പോയിന്റ്. പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. എക്സെപ്ഷൻസ് ഒന്നുമില്ല. ഓൾറെഡി ഞാൻ റീസൺസ് പറഞ്ഞു. ഡൗൺ ദ ഗ്രൂപ്പ് പാർട്ടിക്കിളിന്റെ സൈസ് കൂടും, ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻസ് കൂടും, സ്ട്രെങ്ത് ഓഫ് വാണ്ടർവാൾ ഫോഴ്സ് കൂടും. സൈസ് കൂടുമ്പോൾ രണ്ട് പാർട്ടിക്കിൾസിനിടയിലുള്ള ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻസ് കൂടും. ആസ് എ റിസൾട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. മെൽറ്റിംഗ് പോയിന്റ് സെയിം ട്രെൻഡ് തന്നെയാണ്. മെൽറ്റിംഗ് പോയിന്റ്. നമ്പർ 3, ഡെൻസിറ്റി സെയിം ട്രെൻഡ്. മാസ് കൂടും, ഡെൻസിറ്റി കൂടും. ഡൗൺ ദ ഗ്രൂപ്പ് ട്രെൻഡാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡൗൺ ദ ഗ്രൂപ്പ് മാസ് കൂടും, ഡെൻസിറ്റി ഇൻക്രീസസ്. ഫോർത്ത് വൺ ഈസ് ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി നമ്മൾ നോർമലി എന്താ പറയാറുള്ളത്? ബോണ്ട് എൻതാൽപ്പിയുടെ കേസ് നോർമലി നമ്മൾ എങ്ങനെ പറയാറുള്ളത്? ഡൗൺ ദ ഗ്രൂപ്പ് ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കുറയും, ബോണ്ട് എൻതാൽപ്പി കുറയും. ഡൗൺ ദ ഗ്രൂപ്പ് ബോണ്ട് ലെങ്ത് കൂടും. ഡൗൺ ദ ഗ്രൂപ്പ് ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കുറയും, ബോണ്ട് എൻതാൽപ്പി കുറയും. ബട്ട് ഹിയർ ഇവിടെ എക്സെപ്ഷൻ ആണ് ഈ പ്രോപ്പർട്ടി. ഏറ്റവും ലെങ്ത് കുറവുള്ള ഫ്ലൂറിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഫ്ലൂറിൻ ആയിരിക്കണം മാക്സിമം ബോണ്ട് എൻതാൽപ്പി. ബട്ട് ഹിയർ മാക്സിമം ബോണ്ട് എൻതാൽപ്പി ക്ലോറിൻ കഴിഞ്ഞ് ബ്രോമിൻ കഴിഞ്ഞ് ഫ്ലൂറിൻ കഴിഞ്ഞ് അയോഡിൻ. ഇതാണ് ഓർഡർ ഓഫ് ബോണ്ട് എൻതാൽപ്പി.
ഇതാണ് ബോണ്ട് എൻതാൽപ്പിയുടെ ഓർഡർ. എന്തായിരിക്കും റീസൺ? ഫ്ലൂറിന്റെ കേസിൽ ഞാൻ ഓൾറെഡി ഫോസ്ഫറസിൽ 15ൽ ഫോസ്ഫറസിൽ പറഞ്ഞു, 16ൽ സൾഫറിൽ പറഞ്ഞു, 17ൽ ഫ്ലൂറിലും അതേ റീസൺ പറയുന്നു. ഇവരെ പ്രശ്നം എന്താണ്? ഇവരെ ബോണ്ട് എഫ് ബോണ്ട് അല്ലേ? ഈ എഫ് ബോണ്ടിൽ നിറയെ ഇലക്ട്രോൺസ് ആണ്. കണ്ടോ, നിറയെ ലോൺ പെയർ, ലോൺ പെയർ, ലോൺ പെയർ, ലോൺ പെയർ, ലോൺ പെയർ. ആസ് എ റിസൾട്ട്, ഡ്യൂ ടു സ്മോൾ സൈസ് ലോൺ പെയർ റിപ്പൽഷൻ, ചെറിയ സൈസ് ആണ്, ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻസ് മാക്സിമം ആണ്. Due to small size and lone pair repulsion, bond enthalpy of fluorine is less than chlorine and bromine is a very important point. Why bond enthalpy of fluorine is less than chlorine? Reason, due to small size and lone pair repulsion. Due to small size and lone pair repulsion, bond enthalpy of fluorine is less than chlorine. Okay. Number 5, അഞ്ചാമത്തെ point. Color. Halogens are colored. Halogens colored ആണ്. Fluorine yellow color ആണ്. Chlorine greenish yellow ആണ്. ബ്രോമിൻ റെഡിഷ് ബ്രൗൺ ആണ്. അയഡിൻ വയലറ്റ് ആണ്. വൈ ഹാലോജൻസ് ആർ കളേർഡ്? എന്തുകൊണ്ട് ഹാലോജൻസ് കളേർഡ് ആയി? ഹാലോജൻസ് കളേർഡ് ആവാൻ കാരണം നമുക്കൊന്ന് പറയാം. നിങ്ങൾ ഫ്ലൂറിനെ പറ്റി അറിയാലോ. ഫ്ലൂറിൻ 18 ഇലക്ട്രോൺ മോളിക്യൂൾ ആണ്. നമ്മൾ +1 കെമിക്കൽ ബോണ്ടിങ്ങിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പഠിച്ചിട്ടുണ്ട്. ആ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം ഫ്ലൂറിന്റെ മോളിക്കുലർ ഓർബിറ്റൽ വരക്കുമ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, പൈ 2px2 പൈ 2py2. അത് മാത്രം ഞാനൊന്ന് വരക്കാം. സിഗ്മ 2pz കഴിഞ്ഞാൽ പൈ 2px2 പൈ 2py2. സിഗ്മ 2pz 2, പൈ 2px പൈ 2py 2. ഇത് ബോണ്ടിങ് ആണ്. പൈ 2pyയും പൈ 2px. ഇത് കഴിഞ്ഞ് ഇവരെ പൈ സ്റ്റാർ. ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു സിഗ്മ സ്റ്റാർ. ഇത് സിഗ്മ സ്റ്റാർ, ഇത് പൈ സ്റ്റാർ. ഇങ്ങനെയാണ് ഫ്ലൂറിൻ അല്ലേ? ഇതിൽ ഈ പൈ സ്റ്റാർ ഓർബിറ്റൽ എന്ന് വിളിക്കുന്ന പേര്, ദിസ് പൈ സ്റ്റാർ ഈസ് കാൾഡ് ഹോമോ മീൻസ് ഹൈയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത്രയും ഉള്ള സിഗ്മ 1s മുതൽ എഴുതുകയാണെങ്കിൽ ഇത്രയുമുള്ള മോളിക്കുലർ ഓർബിറ്റലിൽ ഹൈയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലാണ് ഹോമോ. ഇത് പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2pyയും. ഈ പൈ സ്റ്റാർ ഓർബിറ്റൽസ് ആർ കാൾഡ് ഹോമോ. ഹോമോയുടെ ഫുൾ നെയിം ഹൈയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ആ സിഗ്മ സ്റ്റാറിനെ വിളിക്കുന്ന പേര് ലൂമോ. വാട്ട് ഈസ് ലൂമോ? ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ്. ഒക്യുപ്പൈ ചെയ്യാത്ത ഓർബിറ്റലിൽ ഏറ്റവും താഴെയുള്ള ആളാണ് ലൂമോ. ഒക്യുപ്പൈ ചെയ്ത ഓർബിറ്റലിൽ ഏറ്റവും മുകളിലുള്ള ആളാണ് ഹോമോ. ഹൈയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ, ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ഈ ഹോമോ-ലൂമോ ഗ്യാപ്പ് നോക്കിയാണെങ്കിൽ, ഈ ഹോമോ-ലൂമോ ഗ്യാപ്പ് ഹാലജൻസിന്റെ കേസിൽ ഈ ഹോമോ-ലൂമോ ഗ്യാപ്പ് ഈസ് വെരി സ്മാൾ. ഹോമോ-ലൂമോ ഗ്യാപ്പ് വെരി സ്മോൾ ആണ്. അതായത് ഈ എനർജി ഗ്യാപ്പ് വെരി സ്മോൾ ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും. ഫോർ ദിസ് എക്സൈറ്റേഷൻ എനർജി അബ്സോർബ്ഡ് ഫ്രം വിസിബിൾ ലൈറ്റ്, hence their complementary color are reflected. Why halogens are colored? In halogens, homo-lumo gap is very small. Homo-lumo energy gap is very small. Hence excitation of electron takes place from homo to lumo or pi star molecular orbital into sigma star molecular orbital. For this excitation, energy absorbed from visible light, hence their complementary colors are reflected. അവിടെ ചോദ്യം വരികയാണ്, നൈട്രജൻ ഈസ് കളർലെസ്, വൈ? ഓക്സിജൻ ഈസ് കളർലെസ്, വൈ? നൈട്രജൻ കളർലെസ് ആണ്, ഓക്സിജൻ കളർലെസ് ആണ്. എന്താ കാരണം?
നൈട്രജനും ഓക്സിജനും കളർലെസ് ആവാൻ കാരണം ഒരു കോമ്പൗണ്ട് കളർലെസ് ആണെങ്കിൽ ഈ ഹോമോലൂമോ ഗ്യാപ്പ് ഈസ് വെരി ലാർജ്. ഹോമോലൂമോ ഗ്യാപ്പ് വെരി ലാർജ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ല. ആ എക്സൈറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ കളർ കിട്ടും. അപ്പം നൈട്രജനിലും ഓക്സിജനിലൊക്കെ ഈ ഹോമോലൂമോ ഗ്യാപ്പ് വെരി ലാർജ് ആണ്, എക്സൈറ്റേഷൻ ഇല്ല, കളർ ഇല്ല. പക്ഷെ ഹാലജൻസിൽ ഹോമോലൂമോ ഗ്യാപ്പ് വെരി സ്മോൾ ആണ്, എക്സൈറ്റേഷൻ ഉണ്ട്, കളർ ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം. ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി റിയാക്ഷൻ വിത്ത് വാട്ടർ ആണ്. ഒന്ന്, റിയാക്ഷൻ വിത്ത് വാട്ടർ, കെമിക്കൽ പ്രോപ്പർട്ടി നമ്പർ 1, റിയാക്ഷൻ വിത്ത് വാട്ടർ, വാട്ടറുമായുള്ള റിയാക്ഷൻ. ശ്രദ്ധിച്ചേ, ഹാലോജൻസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും എന്നതാണ് അറിയേണ്ടത്. ഇവിടെ മനസ്സിലാക്കുക, ഹാലോജൻസ് ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഫ്ലൂറിനാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫ്ലൂറിൻ എന്ത് സംഭവിക്കും? ഫ്ലൂറിൻ ഷോ റിഡോക്സ് റിയാക്ഷൻ. ഇതൊരു റിഡോക്സ് ആണ്. -1 ഉള്ള ഫ്ലൂറിൻ -1 ആയിട്ട് പോയി, കണ്ടില്ലേ? ഫ്ലൂറിന് റിഡക്ഷൻ. -2 ഉള്ള ഓക്സിജൻ O2 ആയിട്ട് മാറി, അല്ലെങ്കിൽ ഓസോൺ ആയിട്ട് മാറി. ഐദർ O2 ഓർ ഓസോൺ. ബാലൻസ് ചെയ്യാം. 2F2, 2 വാട്ടർ ആണെങ്കിൽ O2, 2F2, ദെൻ ഇവിടെ 3 വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ഓസോൺ. വാട്ടറിനനുസരിച്ച് ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഐദർ ഓക്സിജൻ ഓർ ഓസോൺ. ഓക്സിജൻ ആവാം, ഓസോൺ ആവാം. സോ റിഡോക്സ് റിയാക്ഷൻ. ഫ്ലൂറിന് റിഡക്ഷനും ഓക്സിജന് ഓക്സിഡേഷനും നടന്നു, കണ്ടില്ലേ? ഓക്സിജന് ഓക്സിഡേഷനും ഫ്ലൂറിന് റിഡക്ഷനും. ദിസ് റിയാക്ഷൻ ഈസ് കാൾഡ് റിഡോക്സ് റിയാക്ഷൻ. ഇതിന് പകരം ക്ലോറിനോ ബ്രോമിനോ ആണെങ്കിൽ, ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഇസ് കോമൺലി കാൾഡ് X2 എന്ന് എടുത്തു. ഈ X2 ആണെങ്കിൽ ഇവിടുത്തെ റിയാക്ഷൻ എന്താണ്? ദിസ് ഇസ് കാൾഡ് ഡിസ്പ്രപ്പോസിനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോസിനേഷൻ റിയാക്ഷൻ ആണ്. ഡിസ്പ്രപ്പോസിനേഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഒരാൾ HX ആകും, ഒരാൾ HOX ആകും. കണ്ടോ? ഈ ഹാലജൻ +1ഉം ഈ ഹാലജൻ -1ഉം, വാട്ടർ H+ഉം വാട്ടർ OH-ഉം. അപ്പൊ ഹാലജൻസ് ക്ലോറിനോ ബ്രോമിനോ ആണെങ്കിൽ ഡിസ്പ്രപ്പോസിനേഷൻ, ഫ്ലൂറിൻ ആണെങ്കിൽ റിഡോക്സ്, ക്ലോറിനോ ബ്രോമിനോ ആണെങ്കിൽ ഡിസ്പ്രപ്പോസിനേഷൻ. അയഡിൻ പ്ലസ് വാട്ടർ സ്പോണ്ടേനിയസ് അല്ല. I2+H2O ഗീവ്സ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണിത്. സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അതിനർത്ഥം അതിന്റെ റിവേഴ്സ് റിയാക്ഷൻ ആണ് പോസിബിൾ. ഇത് മുന്നോട്ടല്ല നടക്കുക, ബാക്കോട്ടാ നടക്കുക. അങ്ങോട്ട് നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഇങ്ങോട്ട് സ്പോണ്ടേനിയസ് ആയിരിക്കും. എന്താ അതിന്റെ റിവേഴ്സ് റിയാക്ഷൻ? HIയിലേക്ക് O2 ആഡ് ചെയ്താൽ ദ ചേഞ്ചസ് ടു I2+ വാട്ടർ, ജസ്റ്റ് ലൈക്ക് ഫസ്റ്റ് റിയാക്ഷൻ. ഇതേപോലെ തന്നെ. പക്ഷേ ശ്രദ്ധിക്കണം, അയഡിനും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഹെൻസ് റിവേഴ്സ് റിയാക്ഷൻ ഈസ് പോസിബിൾ. ഫോർവേഡ് നടക്കൂല, റിവേഴ്സ് റിയാക്ഷൻ ആണ് പോസിബിൾ. ഫോർവേഡ് റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. റിവേഴ്സ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ഫീസിബിൾ. റിവേഴ്സ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ഫീസിബിൾ. ദിസ് ഈസ് റിയാക്ഷൻ വിത്ത് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്, strength of oxidizing agent, chemical property number 2, strength of oxidizing agent, strength of oxidizing agent, strength of oxidizing agent. ഫ്ലൂറിൻ ആണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ദാൻ ക്ലോറിൻ, ദാൻ ബ്രോമിൻ, ദാൻ അയഡിൻ. ഇതാണ് സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇതാണ് സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ്. അയഡിൽ നിന്നും ഫ്ലൂറിനിലേക്ക് പോകുമ്പോൾ SOP ഇൻക്രീസ് ചെയ്യും. സോ സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻക്രീസ്. SOP അല്ല, SRP. എന്താ SRP? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് കൂടും. നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവണം. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസസ് വിത്ത് സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻക്രീസസ്.
ലോവസ്റ്റ് SRP സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്, ഹയസ്റ്റ് SRP സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി ചോദ്യം, വൈ ഫ്ലൂറിൻ ഈസ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്? എന്തുകൊണ്ട് ഫ്ലൂറിൻ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയി? അതിന് ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഹാലോജൻസ് സോളിഡോ ലിക്വിഡോ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഗ്യാസ് ആവണം. ദിസ് ഈസ് കാൾഡ് അറ്റോമൈസേഷൻ എൻതാൽപ്പി. ഈ ഗ്യാസ് അടുത്ത സ്റ്റെപ്പിൽ എന്താകണം? ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എന്താവണം? എക്സ് മൈനസ് ഗ്യാസ് ആവണം. ദിസ് ഈസ് കാൾഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച്, ഇലക്ട്രോൺ ഗെയിൻ. ഈ എക്സ് മൈനസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവണം? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എക്സ് മൈനസ് അക്വ ആവണം. ദിസ് ഈസ് കാൾഡ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. അപ്പൊ ഈ ടോട്ടൽ എനർജി എന്നത് ഇതിൻ്റെയൊക്കെ സമ്മാണ്. അറ്റോമൈസേഷൻ പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ പ്ലസ് ഹൈഡ്രേഷൻ. ഈ ടോട്ടൽ എനർജി ലോവർ ആണെങ്കിൽ സ്ട്രോങ് റെഡ്യൂസ് ഓക്സിഡൈസിങ് ഏജന്റ്. ഈ ടോട്ടൽ എനർജി ലോവർ മീൻസ് നെഗറ്റീവ്. ഈ ടോട്ടൽ എനർജി മോർ നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഈ ടോട്ടൽ എനർജി മോർ നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ നോക്കുക, അറ്റോമൈസേഷൻ എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവാ, പ്രശ്നമൊന്നുമില്ല. ഹൈഡ്രേഷനും നെഗറ്റീവാണ്. ഹൈഡ്രേഷൻ നെഗറ്റീവ്, ഇലക്ട്രോൺ ഗെയിൻ നെഗറ്റീവ്, അറ്റോമൈസേഷൻ പോസിറ്റീവ്. നിങ്ങൾ താഴെ എഴുതി പോണതൊക്കെ താഴെ എഴുതണം. എന്തെഴുതേണ്ടത്? അറ്റോമൈസേഷൻ ഈസ് ഈക്വൽ ടു പോസിറ്റീവ്, ഇലക്ട്രോൺ ഗെയിൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, ഹൈഡ്രേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, ടോട്ടൽ എനർജി മോർ നെഗറ്റീവ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ എന്തുകൊണ്ട് ഫ്ലൂറിൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയി? സ്ലോ ആയിട്ട് റിയാക്ഷൻ നോക്കാം. സ്ലോ ആയിട്ട് റിയാക്ഷൻ നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? ഫ്ലൂറിൽ അറ്റോമൈസേഷൻ്റെ ആവശ്യമില്ല, കാരണം ഫ്ലൂറിൻ ഓൾറെഡി ഗ്യാസ് ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് പോയി കിട്ടി. ഫ്ലൂറിനിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി വെരി ഹൈ ഡ്യൂ ടു ദർ സ്മോൾ സൈസ്. ആൻസർ ആയല്ലോ. ഡ്യൂ ടു സ്മോൾ സൈസ് hydration enthalpy of fluorine is very high, so fluorine is more negative and strong oxidizing agent. അറ്റോമൈസേഷൻ എന്ന ടേം ഇല്ലാതായി. പിന്നെ ഹൈഡ്രേഷനെ പറ്റിയാണ് പറയേണ്ടത്. ഡ്യൂ ടു സ്മോൾ സൈസ്, ചെറിയ സൈസ് ആയതുകൊണ്ട് ഫ്ലൂറിൻ്റെ ഹൈഡ്രേഷൻ ഈസ് വെരി ഹൈ. ഡ്യൂ ടു സ്മോൾ സൈസ് hydration enthalpy of fluorine is very high, so fluorine is strongest oxidizing agent. മോർ നെഗറ്റീവ് വന്നു ഫ്ലൂറിന് മോർ നെഗറ്റീവ് വരാൻ കാരണം ഇവിടുത്തെ ഹൈഡ്രേഷൻ വെരി ഹൈ നെഗറ്റീവ് ഡ്യൂ ടു ദർ സ്മോൾ സൈസ് ആൻഡ് ഫ്ലൂറിൻ ഈസ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓർ സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ്. അതുകൊണ്ട് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഫ്ലൂറിൻ ക്യാൻ ഡിസ്പ്ലേസ്. ഫ്ലൂറിൻ ആരെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും? ഫ്ലൂറിന് താഴെയുള്ള എല്ലാവരും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. എഫ് മൈനസ് ക്യാൻ ഡിസ്പ്ലേസ്, അങ്ങനെ പറയാം. ഫ്ലൂറിൻ അല്ല, എഫ് മൈനസ് ക്യാൻ ഡിസ്പ്ലേസ് ആരൊക്കെ? അല്ലെങ്കിൽ F2 ക്യാൻ ഡിസ്പ്ലേസ് Cl മൈനസ്, Br മൈനസ് ആൻഡ് I മൈനസ്. Cl2 ക്യാൻ ഡിസ്പ്ലേസ് only Br minus and I minus, and Br2 can displace only I minus. I2 can't displace any other halogens. Fluorine can displace Cl minus, Br minus, I minus. Cl2 can displace Br minus and I minus. Br2 can displace only I minus, and I2 can't displace other halogens. These are the important chemical properties. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനുള്ള ട്രെൻഡ് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക? കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് എഴുതാം ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അല്ലേ? NS2 NP5 ആണ്, റൈറ്റ്? NS2 NP5 ആണ്. NS2 NP5. സിംപ്ലി ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാ? ഒന്ന് സ്വീകരിക്കാം, അല്ലേ? -1. ഇങ്ങനൊരു സ്റ്റേറ്റിൽ ഇവർ കൊവാലന്റ് ബോണ്ടിങ്ങിന് പോവുകയാണെങ്കിൽ എത്ര ഓർബിറ്റൽസിന് കൊവാലന്റ് ബോണ്ട് ഉണ്ടാക്കാം? ഹാഫ് ഫിൽഡ് അല്ലേ കൊവാലന്റ് ബോണ്ട് ഉണ്ടാക്കുക? സോ +1. ഇനിയോ
ഇവരിങ്ങോട്ട് എക്സൈറ്റ് ചെയ്താൽ 1 2 3 ഹാഫ് ഫിൽഡ്, അപ്പം +3. ഇവരിങ്ങോട്ട് എക്സൈറ്റ് ചെയ്താൽ 1 2 3 4 5 +5. ഇവരിങ്ങോട്ട് എക്സൈറ്റ് ചെയ്താൽ +7. ഇതാണ് ഇവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 1 3 5 7 1 3 5 7 1 3 5 7 -1. ഈ 7ന്റെ പ്രത്യേകത, ദിസ് ഇസ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ 7 ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 7 ഈസ് കാൾഡ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ 5 ഇനേർട്ട് പെയർ എഫക്റ്റ് ഉള്ള സമയത്ത് ഉണ്ടാവണതാണ് അല്ലെ. എസിന് ഇങ്ങോട്ട് ചാടാൻ പറ്റാത്ത സമയത്ത് ഉണ്ടാകുന്നതാണ് 5. സോ ഓൺലി ഡ്യൂ ടു ദി ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇനി സ്റ്റെബിലിറ്റി, ഇയാളെ സ്റ്റെബിലിറ്റി ഡൗൺ കുറയും ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. സ്റ്റെബിലിറ്റി കുറയും, ഇയാളെ സ്റ്റെബിലിറ്റി ഡൗൺ കൂടും, ഇയാളെ സ്റ്റെബിലിറ്റി ഡൗൺ കുറയും. ഇതിനൊക്കെ കാരണം ഞാൻ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇവിടെ കുറയാൻ കാരണം മെറ്റാലിക് ക്യാരക്ടർ, ഇവിടെ കൂടാൻ കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ്, ഇവിടെ കുറയാൻ കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ്. ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ലേറ്റർ. ഓക്കെ, സോറി, ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ലാസ്റ്റ് ഗ്രൂപ്പ്സ്, ലാസ്റ്റ് 2 ഗ്രൂപ്പ്സ്, ബോത്ത് 15 and 16. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അനോമലസ് ബിഹേവിയർ ആണ്. ഇവിടെ ഒരു പോയിന്റ് കൂടെ ചോദിക്കാറുണ്ട്. ഫ്ലൂറിൻ ഷോസ് ഓൺലി 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വൈ? ഫ്ലൂറിൻ ഷോസ് ഓൺലി -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വൈ? ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂറിൻ ഷോസ് ഓൺലി 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വൈ? അതിന് റീസൺ, ഫ്ലൂറിൻ സ്മോൾ സൈസ് ആണ് ആൻഡ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഫ്ലൂറിന് പോസിറ്റീവ് വരണമെങ്കിൽ ഫ്ലൂറിന്റെ കൂടെ ഫ്ലൂറിനേക്കാളും മോർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ വരണം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഫ്ലൂറിൻ ഷോസ് ഓൺലി -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫ്ലൂറിൻ ഷോസ് ഓൺലി -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. റീസൺ മനസ്സിലായല്ലോ? സ്മോൾ സൈസും രണ്ടാമത്തെ റീസൺ മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻസ് കാണാം. ആൻഡ് ഫൈനലി നമുക്കൊരു കാര്യം കൂടെ പറയാം. അനോമലസ് ബിഹേവിയർ. ഫ്ലൂറിന്റെ അനോമലസ് ബിഹേവിയറിന് കാരണം എന്താണ്? പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 15ാമത്തെ ഗ്രൂപ്പിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് അനോമലസ് ബിഹേവിയർ, എന്താണ് കാരണങ്ങൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെയും ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാണ് ഫ്ലൂറിന്റെ ഇമ്പോർട്ടൻറ്റ് അനോമലസ് ബിഹേവിയർ ആയിട്ട് പറയുന്നത്. സ്മോൾ സൈസ് ആണ്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് പറയാം ഓൺലി 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണിക്കുള്ളൂ. റിമൈനിങ് ടോപ്പിക്സ് ഒക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. പിന്നെ 2 കോമ്പൗണ്ട്സ് ആണ് ഈ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ്. ഓക്കെ, നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, സം റിയാക്ഷൻസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ്. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ നിങ്ങൾക്കറിയാം, നമ്മൾ ഹാലജൻസിൻ്റെ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ എന്നത് ഓക്സൈഡിൽ നമ്മൾ ഗ്രൂപ്പ് 16 ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയൊരു ടോപ്പിക്കാണ്. നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ ഡിസ്കസ് ചെയ്യാം. ടോപ്പിക് ഈസ് ഹാലൈഡ്സ് ആണ്. ഹാലൈഡ്സിലെ ഓക്സൈഡുകളെ പറ്റി. ഓക്കെ, ആദ്യം റിയാക്ഷൻ ടുവേർഡ്സ് O2 ഞാനൊന്ന് പറഞ്ഞു പോവാം. ഫ്ലൂറിൻ 2 ടൈപ്പ് ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ്? OF2 O2F2. ഈ 2 പേരും ഓക്സിജൻ ഫ്ലൂറൈഡ് എന്ന് വിളിക്കുക ഇവരെ. ബാക്കിയുള്ളവരൊക്കെ ഓക്സൈഡുകളാണെങ്കിൽ ഇത് 2 ഓക്സൈഡുകളല്ല, ഇത് 2 ഫ്ലൂറൈഡുകളാണ്. കാരണം ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഓക്സിജൻ. റിമൈനിങ് മെമ്പേഴ്സിലൊക്കെ ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. മോർ ഇലക്ട്രോ നെഗറ്റീവ് ഓക്സിജൻ ആയാൽ മാത്രമേ ഓക്സൈഡ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇത് ഫ്ലൂറൈഡ് ആണ്, ഇത് ഓക്സൈഡ് ആണ്. അപ്പൊ ഹിയർ ഇവിടെ ശ്രദ്ധിച്ച്, ഇത് ഫ്ലൂറൈഡ് എന്ന് വിളിക്കട്ടെ, ഓക്സിജൻ ഫ്ലൂറൈഡുകളാണ്, മറന്നു പോകരുത്. ഈ 2 പേരും OF2 ആയാലും O2F2 ആയാലും സ്ട്രോങ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ്. എന്താ ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? ഫ്ലൂറിനെ പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ഫ്ലൂറിനെ കൊടുക്കുന്നവരാണ് ഇവര്, സോ കാൾഡ് സ്ട്രോങ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ്. ഈ 2 പേരും OF2 O2F2. OF2 സ്റ്റേബിൾ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. OF2 സ്റ്റേബിൾ ആണ് 25 ഡിഗ്രി സെൽഷ്യസിൽ.
Then O2F2 very unstable. That means just ഒന്ന് ഹീറ്റ് ചെയ്താൽ തന്നെ അവിടുന്ന് ആര് പോകും? ഫ്ലൂറിൻ പോകും. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ്. സ്ട്രോങ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ്. So O2F2 and OF2 are strong fluorinating agent. ഈ പ്ലൂട്ടോണിയം എന്ന എലമെന്റിനെ O2F2 ആണ് ഫ്ലൂറിനേറ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നത്? PuF6 ആക്കി മാറ്റുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൽ റിയാക്ഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂവൽസിന്ന് പ്ലൂട്ടോണിയത്തെ ഒഴിവാക്കുന്നത് PuF6 ആയിട്ടാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ് O2F2. ഇത്രയേ ഉള്ളൂ ഫ്ലൂറിനെ പറ്റി പറയാൻ. ഇവർ വെരി അൺസ്റ്റേബിൾ ആണ്. ഇവരുടെ സ്റ്റെബിലിറ്റി നമുക്ക് പറയാൻ പോലും പറ്റില്ല, അത്രയും അൺസ്റ്റേബിൾ ആണ് ഇവർ. ഹൈലി അൺസ്റ്റേബിൾ ആണ് ഫ്ലൂറൈഡ്സ്. ഓക്കെ, ഫ്ലൂറൈഡ്സ് ഒക്കെ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ദെൻ സെക്കൻഡ് ക്ലോറിനെ പറ്റി പറയാം. ക്ലോറിന് 4 ഓക്സൈഡ് ആണ്. Cl2O, ClO2, Cl2O6, Cl2O7. Cl2Oയിൽ ക്ലോറിൻ +1 ആണ്. Cl2Oയിൽ ക്ലോറിൻ +4 ആണ്. Cl2O6ൽ ക്ലോറിൻ +6 ആണ്. Cl2O7ൽ ക്ലോറിൻ +7 ആണ്. അവർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ClO2 ആണ്. മെനി ടൈംസ് കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ClO2വിനെയാണ്. ClO2 ഈസ് യൂസ്ഡ് ആസ് എ ബ്ലീച്ചിങ് ഏജന്റ്. ClO2വിനെ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. റിമൈനിങ് 4 ഓക്സൈഡ്സുകൾ മനസ്സിലാക്കുക. ഈ ഓക്സൈഡ്സുകളൊക്കെ റിയാക്റ്റീവ് ആണ്. ബ്ലീച്ചിങ് ഏജന്റ് ClO2 ആണ്. Then oxides of bromine. Bromine form 3 oxides, Br2O, BrO2, BrO3. 3 oxide. Br2O +1 ആണ്, BrO2 +4 ആണ്, BrO3 +6 ആണ്. Br2O, BrO2, BrO3. ഈ 3 ഓക്സൈഡും ലെസ് സ്റ്റേബിൾ ആണ്. ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ ഓക്സൈഡ്സ് ഓഫ് ഹാലോജൻ ആണ് ബ്രോമിൻ്റെ ഓക്സൈഡ്. ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. വെരി ലോ ടെമ്പറേച്ചറിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. അതിനർത്ഥം എന്താണോ? പെട്ടെന്ന് ഇവർ ആരെ കൊടുത്തോളും, ഓക്സിജനെ ഡൊണേറ്റ് ചെയ്യാൻ റെഡിയാണ് വളരെ ഈസി ആയിട്ട്. സോ കാൾഡ് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. ആൻഡ് ഫൈനലി ഓക്സൈഡ്സ് ഓഫ് അയഡിൻ. അയഡിൻ്റെ ഓക്സൈഡ് ഏതൊക്കെയാണ്? I2O4, I2O5, I2O7. 3 ഓക്സൈഡ്. I2O4, I2O5, I2O4, O5, O7. I2O9 കൂടെ ഉണ്ട്. NCERT പറഞ്ഞില്ല. They are insoluble solid and decomposes on heating. ഇവർ ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യും, ഹീറ്റ് ചെയ്യണം. അതിനർത്ഥം ഇവരാണ് ഹാലജന്റെ ഓക്സൈഡുകളിൽ മോർ സ്റ്റേബിൾ. ബിക്കോസ് ഇവരൊക്കെ ഈ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്, എക്സസ് ലോ ടെമ്പറേച്ചർ. ബട്ട് ഇവർ ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹീറ്റ് ചെയ്യണം. അതിനർത്ഥം സ്റ്റേബിൾ ആണ് ഇവര്. ഹാലജന്റെ ഓക്സൈഡുകൾ ഏറ്റവും സ്റ്റേബിൾ അയഡിന്റെ ഓക്സൈഡാണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി I2O5നാണ്. I2O5 നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബൺ മോണോക്സൈഡിന്റെ എസ്റ്റിമേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. I2O5 ഈസ് യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻ ഓർഗാനിക് ഏതില്? എസ്റ്റിമേഷനിൽ. ഓർഗാനിക് എസ്റ്റിമേഷനിൽ കാർബൺ മോണോക്സൈഡ് എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് I2O5. +1 പഠിച്ചിട്ടുണ്ടാകാം, ഓർമ്മ ഉണ്ടാവാം +1 ടോപ്പിക്കിൽ. ഇനി ഇവരെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ ഒന്ന് പറയാം. ഇവരെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ കേസും ഫ്ലൂറിനെ വിട്ടേക്ക്, ഫ്ലൂറിൻ സ്റ്റേബിൾ അല്ലാത്ത ഫ്ലൂറൈഡ്സ് ആണ്. ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റിയിൽ അയഡിന്റെ ഓക്സൈഡ് ആണ് മോർ സ്റ്റേബിൾ, പിന്നെ ക്ലോറിന്റെ ഓക്സൈഡ് ആണ്, പിന്നെ ബ്രോമിന്റെ ഓക്സൈഡ് ആണ്. ഇതാണ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. അതിന് കാരണം എന്തുകൊണ്ട് അയഡിന്റെ ഓക്സൈഡ് മോർ സ്റ്റേബിൾ എന്ന് എക്സാമിന് ചോദിക്കില്ല, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അയഡിനും ഓക്സിജനും തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ലാർജ് ആണ്. ഇവർക്കിടയിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അതുകൊണ്ട് അയഡിൻ്റെ ഓക്സൈഡ് ഈസ് മോർ സ്റ്റേബിൾ. അങ്ങനെയാണെങ്കിൽ ഡൗട്ട് ബ്രോമിൻ അല്ലേ പിന്നെ വരേണ്ടത്? എന്തുകൊണ്ട് ക്ലോറിൻ വന്നു? ക്ലോറിൻ്റെ ഓക്സൈഡിൽ ക്ലോറിനും ഓക്സിജനും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ക്ലോറിൻ്റെ 3p ആണ്, ഓക്സിജന്റെ 2p ആണ്. ഈ 2p 3p ബോണ്ട് സ്റ്റേബിൾ ആയതുകൊണ്ട്, 2p π 3p π ബോണ്ട് സ്റ്റേബിൾ ആയതുകൊണ്ട് ക്ലോറിന്റെ 2pയും ഓക്സിജന്റെ 2pയും തമ്മിലുള്ള പൈ ബോണ്ടായി ഇവർ ഫോം ചെയ്യുക. അതുകൊണ്ട് ഈ ബോണ്ട് സ്റ്റേബിൾ ആയതുകൊണ്ട് ക്ലോറിന്റെ ഓക്സൈഡ് സ്റ്റേബിൾ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ബ്രോമിൻ ഓക്സൈഡ്സ് ആണ് വെരി അൺസ്റ്റേബിൾ.
ഇതാണ് ടോട്ടൽ ഓക്സൈഡ്സ്. ശ്രദ്ധിക്കുക, ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ഫ്ലൂറൈഡ്സ് ആണ്. OF2 O2F2. പ്ലൂട്ടോണിയത്തെ PuF6 ആക്കിയത് O2F2 ആണ്. ക്ലോറിൻ ഡയോക്സൈഡിൽ ബ്ലീച്ചിങ് ഏജന്റ് ClO2 ആണ്. ബ്രോമിൻ ഡയോക്സൈഡ് ലീസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ഹൈലി റിയാക്റ്റീവ്. അയഡിൻ ഡയോക്സൈഡിൽ കാർബൺ മോണോക്സൈഡിന്റെ എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്നത് I2O5 ആണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ ഓക്സൈഡ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം റിയാക്ഷൻ വിത്ത് മെറ്റൽ. ഹാലജനും മെറ്റലും തമ്മിലുള്ള റിയാക്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. റിയാക്ഷൻ വിത്ത് മെറ്റൽ. ഒരു ഹാലോജൻ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ഹാലൈഡ്സ് MxN. ഈ N എന്ന് പറഞ്ഞാൽ ഇയാളെ വാലൻസി ആയിരിക്കും. ഓക്കെ, ഇവിടെ പല ടൈപ്പ് ഹാലൈഡ്സും ഫോം ചെയ്യും. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കും. ഈ മെറ്റൽ ഫെജാൻസ് റൂൾ വെച്ച് പറയാം, ഈ മെറ്റലിന്റെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ കൊവാലന്റ് ക്യാരക്ടർ കൂടും. ഒന്നാമത്തതായി കൊവാലന്റ് ക്യാരക്ടർ കൂടും. സെക്കൻഡ്, ഈ മെറ്റലിന്റെ സൈസ് കൂടുമ്പോൾ അയോണിക് ക്യാരക്ടർ കൂടും. സൈസ് കൂടുമ്പോൾ മെറ്റലിനെ പറ്റിയ പറയുന്നത് കേട്ടോ. ആരെ സൈസാണ്? മെറ്റലിന്റെ സൈസ് കൂടുമ്പോൾ അയോണിക് ക്യാരക്ടർ കൂടും. ഇനി ഹാലജൻ എടുത്താലോ, ഹാലജന്റെ സൈസ് കുറയുമ്പോൾ അയോണിക് ക്യാരക്ടർ കൂടും. ഒരു ചോദ്യമാണ്, NaCl ആണോ, NaBr ആണോ, NaI ആണോ മോർ അയോണിക് എന്ന് ചോദിച്ചാൽ ചെറിയ ഹാലജൻ മോർ അയോണിക്. തിരിച്ച് NaCl ആണോ KCl ആണോ മോർ അയോണിക് എന്ന് ചോദിച്ചാൽ വലിയ മെറ്റൽ പൊട്ടാസ്യം KCl ഈസ് മോർ അയോണിക്. ഇതൊക്കെ നമ്മൾ +1 പഠിച്ചു തീർത്ത കാര്യങ്ങളാണ്. +1 ഇത് പഠിച്ചതാ, അയോണിക് ക്യാരക്ടറും കൊവാലന്റ് ക്യാരക്ടറും. ജസ്റ്റ് ഒന്ന് കണക്റ്റഡ് ആൻഡ് പറഞ്ഞേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ കൊവാലന്റ് ക്യാരക്ടർ എന്ന് പറയാൻ കാരണം FeCl3 ആണോ FeCl2 ആണോ മോർ കൊവാലന്റ് എന്ന ക്വസ്റ്റ്യൻസ് വന്നാൽ ബ്ലിങ്ക് ചെയ്ത് മാപ്പോട്ട് നോക്കിയിരിക്കരുത്. Fe+2 ആണ്, Fe+3 ആണ്. +3 ആണെങ്കിൽ മോർ കൊവാലന്റ്, +2 മോർ അയോണിക്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ റിയാക്ഷൻ വിത്ത് ഹാലോജൻസ് ആണ്. റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ. നെക്സ്റ്റ് മൂന്നാമത്തെ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ. പറയാം, ഹൈഡ്രജനും ഹാലജനും തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന ഹാലൈഡ് ഏതാ? HX ആണ്. റെഡി? അതിന്റെ ഫോർമുല HF, HCl, HBr, HI. ഇനി ഒരു 9 പ്രോപ്പർട്ടീസ് ഞാൻ പറയും. 15 മുതൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് 15 ഡിസ്കസ് ചെയ്ത പോയിന്റ്. ഫ്രം HF ടു HI. HFൽ നിന്നും HIയിലേക്ക് പോകുമ്പോൾ പറഞ്ഞോളൂ, ബോണ്ട് ലെങ്ത് increase, bond strength decrease, thermal stability decrease, acidic character increase, Ka value increase, pKa value decrease. അതെന്താണ് ഒരു pKa വന്നു? Ka വാല്യൂവിന്റെ ഓപ്പോസിറ്റ് ആണ് pKa. Ka കൂടിയാൽ pKa കുറയും, Ka കൂടിക്കഴിഞ്ഞാൽ pKa കുറയും. നെക്സ്റ്റ് ആറാമത്തെ പ്രോപ്പർട്ടീസ് ആയിട്ട് എന്ത് പറയാം? സ്ട്രെങ്ത് ഓഫ് റെഡ്യൂസിങ് ഏജന്റ് ഇൻക്രീസസ്. ഏഴാമത്തെ പോയിന്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും? ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. എന്തൊക്കെ അവിടെ ഞാൻ പറഞ്ഞോ എല്ലാ ക്യാരക്ടറും. അതേപോലെ വേണമെങ്കിൽ എട്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാം, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇൻക്രീസസ്. കാരണം സ്റ്റെബിലിറ്റി കൂടും, തെർമൽ സ്റ്റെബിലിറ്റി കുറയല്ലേ. തെർമൽ സ്റ്റെബിലിറ്റി കുറയുമ്പം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കുറയും. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഫ്രം തെർമൽ സ്റ്റെബിലിറ്റി, അപ്പം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കുറയും. ഇവിടെ എക്സെപ്ഷണൽ വാല്യൂ ഉണ്ട്. ഇതിനാ നിങ്ങൾക്കറിയായിരിക്കും, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആർക്കാണ്? ഏറ്റവും കുറവ് HFനാണ്. പക്ഷേ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഏറ്റവും കൂടുതൽ HFനാണ്, പിന്നെ HIക്കാണ്, പിന്നെ HBr ആണ്, ആൻഡ് ഫൈനലി HCl. എന്തുകൊണ്ട് ഈ ഓർഡർ വന്നു മെൽറ്റിംഗ് പോയിന്റിനും ബോയിലിംഗ് പോയിന്റിനും?
മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഫോളോ ചെയ്യുന്ന ഓർഡറാണിത്. വൈ? എന്താണ് റീസൺ? സിമ്പിൾ റീസൺ. 15-ൽ പറഞ്ഞ റീസൺ, 16-ൽ പറഞ്ഞ റീസൺ, 17-ലും അതേ റീസൺ. ഇവിടെ എന്തുണ്ട്? HF-ലുണ്ട് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. HF-ല് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റും കൂടും, മെൽറ്റിംഗ് പോയിന്റും കൂടും. ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. റിമൈനിങ് ഓൾ എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ലാസ്റ്റ് ഗ്രൂപ്പിൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാ പോയിന്റ്സും. ഓക്കെ, താങ്ക് യു.